ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു സെയിം വ്ളോഗ്സ്. അപ്പോൾ ഇന്നൊരു കല്യാണ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ തലേ ദിവസം പോയിട്ടുള്ള അന്നത്തെ വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. അപ്പോൾ ഇതാ ഏട്ടനാണ് കേട്ടോ കൂട്ടാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഏട്ടന് രാവിലെ കാറൊക്കെ എടുത്ത് പോയിട്ടുണ്ടായിരുന്നു. കാരണം താത്തയും മക്കളും എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ അവരെ കാപ്പൻകൊല്ലി ഡ്രോപ്പ് ചെയ്തിട്ട് പിന്നെ ഉമ്മാനൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നിട്ടുള്ളതായിരുന്നു. ഒരു 7:45 ആയിട്ടുണ്ട് കേട്ടോ എത്തിയപ്പം. അപ്പോൾ മുത്തും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇച്ചുവിന് ഇതാ മുത്തുവിൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങൾ പോകാണ്ട്. അപ്പോൾ പോകുമ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നു. കാരണം ഭയങ്കര ചൂടല്ലേ, വീട്ടിലിരിക്കുമ്പം ഭയങ്കര ചൂടും പിന്നെ വണ്ടിയിലൊക്കെ ഇരിക്കുമ്പോൾ നല്ല തണുപ്പുമാണ് കേട്ടോ. അപ്പോൾ പോകുമ്പോൾ നല്ല തണുത്ത കാറ്റൊക്കെ അടിച്ചുകൊണ്ട് തന്നെ നല്ല സുഖം ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോവാനുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ മേപ്പാട് എത്തിയിട്ടുണ്ട്. അപ്പം കാപ്പൻകൊല്ലിയാണ് കേട്ടോ പരിപാടി. അപ്പോൾ ഉപ്പാൻ്റെ ഇവിടുത്തെ ഇക്കാൻ്റെ ഉപ്പാൻ്റെ പെങ്ങളെ മോൻ്റെ കുട്ടീൻ്റെ കല്യാണമാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ തലേ ദിവസം പോയാൽ അധികം ചൂടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇച്ചുവിനാണെങ്കിൽ വലിയ ഇടങ്ങാറും ഉണ്ടാവില്ല. പിറ്റേ ദിവസം ആകുമ്പോൾ മോനിക്ക് തന്നെ ഒരു ഇടങ്ങാറായിരിക്കും, പൊറുതികേടൊക്കെ ആയിരിക്കും ചൂടും കൊണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇതാ ഒരു മദ്രസയിൽ വെച്ചിട്ടാണ് കേട്ടോ കല്യാണം നടത്തുന്നത്. അപ്പോൾ ഇത് അങ്ങോട്ട് മദ്രസയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ ഇത് കുറച്ച് അത്യാവശ്യം ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുമ്പ് കയറുന്ന അവിടെ തന്നെ താത്തി എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മളെത്തി. അപ്പോൾ പെണ്ണിൻ്റെ അനിയത്തിനോടൊക്കെ വർത്താനം പറയാണ് കേട്ടോ. അപ്പം പുതുക്കുകയാണ്, നമ്മൾ പരിചയം പുതുക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാ സാറൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ മണവാട്ടി. അങ്ങനെ ഇതാ ഓളോടൊക്കെ വർത്താനം പറഞ്ഞ് പിന്നെ ഞങ്ങളിങ്ങനെ സൈഡിൽ നിൽക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട് കേട്ടോ. കാരണം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കാരണം ആൾക്കാർ കൂടുന്നതിനനുസരിച്ചിട്ട് തിരക്ക് കൂടുമല്ലോ. അപ്പം പിന്നെ വന്നവരെ വേഗം അവർ ഫുഡ് കഴിപ്പിച്ച് ഇതാക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ റിനോസിനോടൊക്കെ ഓരോ കോമഡിയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഇവിടെയാണ് കേട്ടോ ഉപ്പാൻ്റെ ആൾക്കാരൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. നമ്മളെത്തിയ സമയത്ത് ചൂരന്മാരുള്ള അമ്മായിയും അമ്മായിൻ്റെ കുട്ടികളൊക്കെ കൂടിയിട്ടിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കുഞ്ഞാവ അങ്ങനെ ഇച്ചുവിൻ്റെ അടുത്ത് നിൽക്കാണ്ട്. അപ്പോൾ ഇച്ചു എന്തോ ഇതിൽ ഇപ്രാവശ്യം കുഞ്ഞാവേൻ്റെ അടുത്ത് പോയിട്ടുണ്ട് കേട്ടോ. കാറിൽ നിന്ന് ഇറങ്ങിയപ്പം തന്നെ ഓൻ്റെ ഒക്കത്ത് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അല്ലെങ്കിൽ ഓൻ അധികം പറ്റൂല കേട്ടോ. ഇപ്പോൾ ഇന്നിപ്പോൾ എന്താണെന്ന് അറിയില്ല, വലിയ സീനൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. ഫുൾ ഓൻ്റെ മേത്തിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ ഫുഡ് കഴിക്കാൻ നേരത്തിയിരുന്നു പിന്നെ ഞാനൊക്കെ എടുത്തത്. പിന്നെ ആൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് പോയതുകൊണ്ട് തന്നെ ഫുഡ് ഓൻ അങ്ങനെ കഴിച്ചിട്ടില്ല കേട്ടോ. ചോറും എനിക്ക് വൈകുന്നേരം കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇതാ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കഴിഞ്ഞപ്പം തന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ ഇതാ സെർവ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ താത്ത ചോറൊക്കെ ഇട്ടുതന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നെയ്ച്ചോറും ചിക്കൻ കറിയും ആയിരുന്നു കേട്ടോ തലേ ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം ചിക്കൻ ബിരിയാണിയാണ് തോന്നുന്നുണ്ട്. കാരണം ചിക്കൻ തലേ ദിവസം ഉണ്ടെങ്കിൽ നമ്മളെന്തായാലും പറയാം എന്തായാലും ചിക്കൻ ബിരിയാണി എന്നല്ലേ പിറ്റേ ദിവസം ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഫ്രൈയും ചിക്കൻ ഫ്രൈ ഒക്കെ അവിടെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ബേക്കിൽ ഫ്രൈ ചെയ്തുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. നമ്മളതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അടുത്ത് പോയിട്ടില്ലെങ്കിലും നമ്മൾ കൈയ്യേക്കാൻ പോയ സമയത്ത് അതൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ വീഡിയോയിലുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. പിന്നെ മെയിനായിട്ട് നമ്മൾ കല്യാണത്തിന് വരാൻ കാരണം നമ്മൾ കുടുംബക്കാരൊക്കെ കാണാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഏതെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാകുമ്പോഴാണ് നമ്മളെല്ലാവരും ഒക്കെ കാണുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മളിങ്ങനെ ഒത്തുചേരുക അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇപ്പോൾ എല്ലാവരും കൂട്ടുകുടുംബത്തിൽ നിന്ന് അണുകുടുംബത്തിലേക്ക് വരികയല്ലേ. ഓരോരുത്തരും ഓരോ ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോൾ നമുക്ക് അധികം ആൾക്കാരും നമുക്ക് അറിയുമില്ല. പിന്നെ അങ്ങനെ പിന്നെ കല്യാണത്തിന് ഇങ്ങനെ ഓരോ ആൾക്കാരെയും പുതിയ ആൾക്കാരെ പരിചയപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ പിറ്റേ ദിവസത്തേക്കുള്ള ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ബേക്ക് വശത്തായിരുന്നു കൈ കഴുകുന്നതിൻ്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നുണ്ട്. അങ്ങനെ കൈയൊക്കെ കഴുകി പിന്നെ ഞങ്ങളിതാ ഓരോ കഥ പറയാനുണ്ടോ. നമ്മളിപ്പം കൂടിയാൽ പിന്നെ നമുക്ക് എപ്പോഴും കഥ പറയാനുണ്ടാവും. പെണ്ണുങ്ങൾ കൂടി അവിടെ എന്തെങ്കിലുമൊക്കെ കഥ ഉണ്ടാകും. അങ്ങനെയാണല്ലോ. അങ്ങനെ കൈയൊക്കെ കഴുകി പിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. ഫ്രണ്ട് വശത്തേക്ക് പോവാണ്. കാരണം അവിടെ എവിടെയെങ്കിലും പോയിട്ട് ഇരിക്കാൻ വിചാരിച്ചു. കാരണം നമ്മൾ പെണ്ണിൻ്റെ ഇപ്പം നിന്നിട്ട് ഫോട്ടോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഓള് ഫുള്ള് തിരക്കായിരുന്നു. ഫുള്ള് മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടച്ചൊക്കെ ആയതുകൊണ്ട് തന്നെ ഓളെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് എടുക്കാന്നുള്ള പ്ലാനോട് കൂടിയിട്ട് നിന്നതായിരുന്നു. പിന്നെ സാജിക്കാനെ കൊണ്ട് എടുപ്പിക്കാനാണ് കേട്ടോ നമ്മൾ വിചാരിക്കുന്നത്. ആ ഫോണിൽ നിന്ന് എടുക്കാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ അതാ ഓളെ നമ്മൾ പിടിച്ച് സ്റ്റേജിലേക്ക് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ആൾ ചമ്മി നടക്കുകയായിരുന്നു കേട്ടോ. കയറുന്നില്ല, മടിയാണെന്നൊക്കെ പറഞ്ഞ് നടക്കുകയായിരുന്നു. പക്ഷേങ്കിൽ നമ്മൾ കയറ്റിയിട്ടുണ്ട് കേട്ടോ.
കാരണം കയറിയാലല്ലേ നമുക്ക് ഫോട്ടോസ് കിട്ടും. അപ്പോൾ ഇച്ചു അതിൻ്റെ ഇടയ്ക്ക് ഫുള്ളും സ്റ്റേജിന്മേൽ നിന്നിട്ടാണ് കേട്ടോ ഇച്ചുവിൻ്റെ കളിയും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നുണ്ട്. അങ്ങനെ ഫസ്റ്റ് തന്നെ നമ്മളൊക്കെ ഫോട്ടോ എടുത്തിട്ടോ. നമ്മൾ ഫോട്ടോ എടുത്തതിന് ശേഷം ഞാനൊക്കെ നിന്നിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഇതാ ഞാൻ പറഞ്ഞില്ലേ ചൂരമ്മലുള്ള അമ്മായിയും അതുപോലെ തന്നെ അമ്മായിൻ്റെ അനിയത്തിയൊക്കെ നിന്നിട്ട് ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ ഓരൊക്കെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് പിന്നെ ഇതാ അമ്മായിൻ്റെ മക്കളാണ് കേട്ടോ, എന്ന് വെച്ചാൽ ഉപ്പാൻ്റെ പെങ്ങളെ മക്കളൊക്കെയാണിത്. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഉള്ള ഫ്രണ്ട്സിൻ്റെ ഇതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചതാണ്, കാരണം പിന്നീട് എപ്പോഴെങ്കിലൊക്കെ കാണാമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ബ്രൈഡിൻ്റെ ഉപ്പിയും ഉമ്മിയും അതുപോലെ തന്നെ 2 പെങ്ങന്മാരും ഒരു അനിയത്തിയും ഒരു ഏട്ടത്തിയാണ് കേട്ടോ ഉള്ളത്. അത് കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് നമ്മളെ ഫാമിലിയും കൂടി നിന്നിട്ടുണ്ട്, CP ഫാമിലി കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ നിസാറാക്കാൻ്റെ പെണ്ണുങ്ങളെ ഉപ്പിയും ഉമ്മയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇറങ്ങാൻ നിൽക്കുന്ന നേരത്ത് ഇച്ചുവിനെ കൊണ്ട് എല്ലാവർക്കും ഉമ്മ കൊടുക്കലും അതുപോലെ തന്നെ ബായ് പറയിപ്പിക്കലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആളെന്തോ നല്ല മൂഡായതുകൊണ്ട് ബായൊക്കെ പറഞ്ഞ് അങ്ങനെ കിസ്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. കാരണം ഇനിയിപ്പോൾ എന്തായാലും നല്ലോണം ലേറ്റ് ആയിട്ടുണ്ട്, 10 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം പിന്നെ നമ്മൾ പോയി വന്നിട്ട് വേണമല്ലോ കാക്കാക്ക് ഓരൊക്കെ കൊണ്ടുപോയേക്കാം. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഓരോരൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് പിന്നെ ഇതാ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ റയ്യത്താത്തി ഉണ്ടായിരുന്നു കേട്ടോ നമ്മളപ്പം കാറിൽ. അപ്പോൾ ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടില്ല, ജസ്റ്റ് പുറമേ ഉള്ളത് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഫുഡും കാര്യങ്ങളൊക്കെ മാഷാഅല്ലാഹ് അടിപൊളിയായിരുന്നു. കല്യാണം അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോൻ്റെ ലാസ്റ്റായിട്ട് നമ്മളെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ അതും കൂടി എല്ലാവരും കണ്ടു നോക്കുക. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ടു നോക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.